dear children, good morning. എന്തൊക്കെയുണ്ട് കുട്ടികളെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുകയാണോ? ആണല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ സമയവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സമയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനം നോക്കാൻ പോവുകയാണ്. വളരെ രസകരവും കൗതുകവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അത്. നമുക്ക് നേരെ പ്രവർത്തനത്തിലോട്ട് പോയാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവർത്തനം. ഒരു ചോദ്യമാണ് കേട്ടോ. നോക്കൂ, 18 മണി എന്നത് 12 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്ന സമയം എത്ര? നമുക്കെല്ലാവർക്കും 12 മണിക്കൂർ ക്ലോക്കും അതുപോലെ തന്നെ 24 മണിക്കൂർ ക്ലോക്കും അറിയാമല്ലോ. ഈ 18 മണി എന്ന് പറയുന്നത് 24 മണിക്കൂർ ക്ലോക്കിലെ സമയമാണ് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ 12 മണിക്കൂർ ക്ലോക്കിലോട്ട് മാറ്റി എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുക? അതുപോലെ തന്നെ എന്തായിരിക്കും ഉത്തരവും നമുക്ക് നോക്കാമല്ലേ. ഇതിൻ്റെ ഉത്തരം ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതാദ്യം പറഞ്ഞേ. ആർക്കൊക്കെ കണ്ടുപിടിച്ചോളൂ. അവിടെ നിൽക്ക്. ആരും നോട്ട് ബുക്കും പേനയും അതുപോലെ തന്നെ വിരലുകൾ ഉപയോഗിച്ചും കണ്ടുപിടിക്കരുത് കേട്ടോ. ചിലരുണ്ടാകും വിരലുകൾ ഇങ്ങനെ എണ്ണീട്ട് കണ്ടുപിടിക്കുന്നു. അതൊന്നും പാടില്ല. ഇവിടെ മനസ്സിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പാടുള്ളൂ കേട്ടോ. നീ കണ്ടുപിടിച്ചോളൂ. എന്താ ഞാൻ കണ്ടുപിടിച്ചു തരണോ? ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ഇവിടെ 18 മണി ആണ് 24 മണിക്കൂർ ക്ലോക്കിലെ സമയം. അപ്പൊ നമുക്ക് 18 മണി എഴുതാം. 18 മണി. ഇത് ഈ 18-ലെ ഒന്നുകളുടെ സ്ഥാനത്തുള്ള സംഖ്യ എത്രയാ? 8 ആണ്. അപ്പോൾ 8 - 2 = 6. ഈ 8-ൽ നിന്ന് നമ്മൾ 2 കുറക്കണം. അപ്പോൾ നമുക്ക് 6 കിട്ടും. ഇനി അടുത്തത് 1 ആണ്. 10കളുടെ സ്ഥാനത്തുള്ള സംഖ്യ 1. അതിൽ നിന്ന് നമ്മൾ 1 കുറക്കണം. 1 - 1 = 0. 0 ആണല്ലോ. എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചേഞ്ച് ചെയ്യുന്നത്? ആ 10കളുടെ സ്ഥാനത്തുള്ള സംഖ്യ 0, ഇവിടെ 6. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ പൂജ്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ ഇനി നോട്ട് ബുക്കിൽ ചെയ്തുകൊണ്ട് നോക്കിക്കോളൂ. ഇത് തന്നെയായിരിക്കും ഉത്തരം കിട്ടുക. ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് 13 മുതൽ 24 വരെയുള്ള സംഖ്യകളിലായിരിക്കും നമുക്ക് സംശയം വരിക അല്ലേ? അപ്പോൾ 13 അതെത്രയാ? 12-ന് ശേഷം 12 മണിക്കൂർ ക്ലോക്കിൽ എത്രയാണ് സമയം? 1 ആണ്. പക്ഷെ 24 മണിക്കൂർ ക്ലോക്കിൽ എത്രയാ? 13. അപ്പോൾ എത്രയായിരിക്കും? ഒരു മിടുക്കം പറഞ്ഞു. വെരി ഗുഡ്. എല്ലാവരും ഒരു ക്ലാപ്പ് നൽകൂ. അവിടെ 1 ആയിരിക്കും. 1. ഇനി അടുത്തത് 14, 2, 15, 3, ഇനി 16, 4, 17, 5, 18, 6. ഇത് ഉത്തരങ്ങൾ തന്നെയാണോ നിങ്ങൾക്കും കിട്ടിയത്? ആണല്ലേ. അപ്പോൾ ഉത്തരം ഇത് നോക്ക്. ഇവിടെ 18, 6 ആണ്. ഇവിടെയും 6 കിട്ടിയത്. അത് തന്നെയാണ് അപ്പോൾ ഉത്തരം. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെയുള്ളൊരു മറ്റൊരു ചോദ്യം കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം. ഇവിടെ സമയം ഒന്ന് മാറിയിട്ടുണ്ടല്ലേ. എത്രയാ? 23:56. 23:56 മണി എന്നത് 12 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്ന സമയം എത്ര? നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തു നോക്കിയാലോ? എല്ലാ കുട്ടികളും എൻ്റെ കൂടെ ഇപ്പോൾ നോട്ട് ബുക്കിൽ ചെയ്തോളൂ. ആദ്യം നമ്മൾ ഈ സമയം ഇവിടെ എഴുതാം. 23:56. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നടുവിലൊരു വര വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കൺഫ്യൂഷൻ ആകും. ഇതിൽ ഒന്നുകളുടെ സ്ഥാനത്തുള്ള സംഖ്യ 3 ആണ്. 2 കൊടുക്കുമ്പോൾ 1. വേണം ഞാൻ ഇവിടെ ചെയ്യാം. 3 -
2 ഈക്വൽസ് 1. ഈ 2ൽ നിന്ന് എത്ര കൊടുക്കണം? 1. അപ്പോൾ നമുക്ക് 1 തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടെ എന്ത് മാറ്റമുണ്ടായി? ഇവിടെ 1 എന്നായി. ഇവിടെയോ? ഇവിടെയും 1. ഇനി ഇവിടെ എന്താണുള്ളത്? ഇവിടെ 56 അപ്പോൾ നമ്മൾ 56 ഇവിടേക്കും എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ ഏത് സംഖ്യയാണെങ്കിലും ഇവിടെ ഏത് സംഖ്യയാണെങ്കിലും നമുക്ക് ആ സംഖ്യ തന്നെ ഇതിലോട്ട് എടുത്തെഴുതിയാൽ മതി. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഉത്തരമായി കിട്ടുക. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, ഇനി 12 മണിക്കൂർ ക്ലോക്കിൽ ഉച്ചക്ക് 1 മണിയോ അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സമയമെടുത്തിട്ട് അതിനെ 24 മണിക്കൂർ ക്ലോക്കിലോട്ട് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്നല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതും വളരെ എളുപ്പം തന്നെയാണ്. ഞാനിവിടെ ഞാനിവിടെ വൈകുന്നേരം 5 മണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തിരുന്നത് ഇതിൽ നിന്ന് 2 കുറക്കുകയും ഇതിൽ നിന്ന് 1 കുറക്കുകയുമാണ്. അത് 24 മണിക്കൂർ ക്ലോക്കിൽ ഒരു സംഖ്യ 12 മണിക്കൂർ ക്ലോക്കിൽ ഏതായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ നേരെ തിരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അത് തന്നെ ഒരു കുട്ടി പറഞ്ഞു കേട്ടോ. എല്ലാവരും അവനൊരു കയ്യടി കൊടുക്കൂ. എന്താണ് മോൻ്റെ പേര്? അമീൻ എന്നാണല്ലേ? മിടുമിടുക്കൻ. അവൻ എന്താണ് പറഞ്ഞതെന്നോ? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് 3ൽ നിന്ന് 2 കുറക്കുകയാണ്, അതുപോലെ തന്നെ 2ൽ നിന്ന് 1 കുറക്കുകയും. അപ്പോൾ ഇവിടെ നമ്മൾ 24 മണിക്കൂർ ക്ലോക്കിലെ ഒരു സംഖ്യ 12 മണിക്കൂർ ക്ലോക്കിൽ എത്രയായിരിക്കുമെന്ന് കണ്ടുപിടിച്ചു. ഇവിടെ നേരെ തിരിച്ചാകുമ്പോൾ ഇതും നേരെ തിരിച്ചായിരിക്കും. ഇത് രണ്ടും ഇവിടെ കുറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാകുമ്പോൾ കൂട്ടുകയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സംഖ്യയുള്ളൂ 5. അത് ഒന്നുകളുടെ സ്ഥാനത്തുള്ള സംഖ്യയാണ്. അതിലോട്ട് 2 കൂട്ടുക. +2 7. ഇവിടെ 0 ആയിരിക്കും അല്ലേ? ഇവിടെ ഒന്നുമില്ല, ഇവിടെ 0 ആയിരിക്കും. 0ത്തിലോട്ട് +1 ഈക്വൽസ് 1. ഇവിടെ എന്ത് മാറ്റം ഉണ്ടായി? 0 എന്ന സ്ഥലത്ത് 1, 5 എന്ന സ്ഥലത്ത് 7. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ 2 പൂജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2 പൂജ്യങ്ങൾ എഴുതാം. പിന്നെ ഈ 24 മണിക്കൂർ ക്ലോക്കിൽ ഈ PM ഉം AM ഒന്നും ഉണ്ടാകില്ല. ഈ AM എന്ന് പറഞ്ഞാൽ 1 മണി മുതൽ 12 മണി വരെയുള്ളതാണ് AM എന്ന് പറയുന്നത്. പിന്നെ 12 മണി മുതൽ തന്നെ 13 മണി മുതൽ 24 വരെയുള്ളതാണ് ഇതിലുള്ള PM. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ 24 മണിക്കൂർ ക്ലോക്കിൽ നമ്മൾ PM, AM അങ്ങനെ എഴുതുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 17 എന്നാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഈ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇവിടെ ചെയ്ത പ്രവർത്തനം വളരെ രസകരമാണല്ലേ? അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് പലപ്പോഴും ഈ ട്രിക്ക് ഇപ്പോൾ ആവശ്യം വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഇവിടെ 24 മണിക്കൂർ ക്ലോക്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ തന്നു, 18 തന്നെ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇതിലെ ഒന്നുകളുടെ സ്ഥാനത്തുള്ള സംഖ്യയിൽ നിന്ന് 2 കുറക്കുക, 10കളുടെ സ്ഥാനത്തുള്ള സംഖ്യയിൽ നിന്ന് 1 കുറക്കുക. മനസ്സിലായോ? ഇനി നേരെ തിരിച്ചാണെങ്കിലോ? നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചു കൂട്ടുക, തിരിച്ച് ചെയ്യുക. ഇവിടെ കുറക്കുക ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. 5ലോട്ട് 2 കൂട്ടുക. ഇതിലോട്ട് എത്ര കൂട്ടണം? 1 കൂട്ടാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. നമ്മൾ വിരലുകളിൽ എണ്ണി നോക്കുകയോ അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ ചെയ്ത് നോക്കുകയോ ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനിവിടെ പേന ഉപയോഗിച്ച് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ പേന കൊണ്ട് ചെയ്തത്. അല്ലാതെ ഞാൻ പേന കൊണ്ട് ചെയ്തതല്ലേ കേട്ടോ. അതെനിക്ക് മനസ്സിൽ തന്നെ ഉത്തരം ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത ഈ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കൊന്ന് ഉറപ്പിക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ പ്രവർത്തനം തരികയാണ്. പ്രവർത്തനം കാണണ്ടേ? ഇതാണ് പ്രവർത്തനം. ഇത് നിങ്ങൾ മറക്കാതെ ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു മാത്സ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കണം. ബൈ ബൈ.